ഹരിപ്പാട് രാകേഷ് തിരോധാന കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിലേക്ക് 10 വർഷമായിട്ടും കേസ് അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാണ് കുടുംബം പറയുന്നത്. പ്രതികളെന്ന് കുടുംബം ആരോപിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് വിദേശ നിർമ്മിത തോക്കും തിരകളും കണ്ടെത്തിയിരുന്നു. രാകേഷിന്റെ അമ്മ രമ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേന ഹൈക്കോടതിയിൽ ഹർജി നൽകും. നിഷ ദിലീപ് ചേരുന്നു. നിഷ, ഹരിപ്പാട് രാകേഷ് തിരോധാന കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത്. എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ ആവശ്യം ഉന്നയിക്കുന്നത്? രോഹിണി, 2015 നവംബറിലാണ് ഹരിപ്പാട് കുമാരപുരത്ത് നിന്നും രാകേഷ് എന്ന യുവാവിനെ കാണാതാകുന്നത്. ഈ കാണാതായ അന്ന് മുതൽ തന്നെ രാകേഷിന്റെ കുടുംബവും അയൽക്കാരും ഒക്കെ പറഞ്ഞിരുന്നത് രാകേഷിന് കൊല്ലപ്പെട്ടു എന്നാണ്. മാത്രമല്ല, ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രാകേഷിന്റെ വീടിന്റെ അടുത്ത് നിന്നും മുടിയും ഒപ്പം തന്നെ രക്തക്കറകളും ഒക്കെ രക്തവും ഒക്കെ തളം കെട്ടി നിൽക്കുന്ന രീതിയിൽ കിടക്കുന്നതായി കണ്ടെത്തി. ഇത് DNA പരിശോധനയിൽ ഇത് രാകേഷിൻ്റെതാണെന്ന് തന്നെ തെളിഞ്ഞു. പക്ഷേ ഈ 10 വർഷമായിട്ടും തന്റെ മകന് എന്ത് സംഭവിച്ചു എന്നറിയാതെ കാത്തിരിക്കുകയാണ് രാകേഷിന്റെ അമ്മയും കുടുംബവും. മാത്രമല്ല, ഈ കേസ് അന്വേഷണം ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചിട്ട് അത് എത്താതിരുന്ന സാഹചര്യത്തിൽ 10 വർഷത്തിനിപ്പുറം കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് രാകേഷിന്റെ അമ്മ രമ ഹരിപ്പാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഹർജി നൽകിയത്. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ മകനെ കൊന്ന് മൃതദേഹം കുഴിച്ചു മൂടിയെന്നാണ്. ആരാണ് ഈ കൊലപാതകം നടത്തിയതെന്ന കാര്യങ്ങളടക്കം അമ്മ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഹർജി പരിഗണിച്ച ഹരിപ്പാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം, ഹരിപ്പാട് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം, ഇനിയുള്ള കേസ് അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നതായിരുന്നു. എന്നാൽ അന്ന് കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടത് ഒരു സമയം കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇതുവരെയുള്ള കേസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിക്കണമെന്ന്. പക്ഷേ മിനിഞ്ഞാന്നായിരുന്നു ആ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടിയിരുന്നത്. അന്ന് പോലീസ് ഹരിപ്പാട് കോടതിയിൽ കേസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചില്ല. തുടർന്നാണ് ഇപ്പോൾ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേനയാണ് രാകേഷിന്റെ അമ്മ രമ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഇതിൽ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് 10 വർഷമായിട്ടും മകനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മകന്റെ തിരോധാനം സംബന്ധിച്ചുള്ള കേസ് അന്വേഷണം എത്താത്ത സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണം ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഹൈക്കോടതിയിലേക്ക് പോകാനായി ഈ രാകേഷിന്റെ അമ്മയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേന ഉടൻ തന്നെ രാകേഷിന്റെ അമ്മ ഹൈക്കോടതിയിൽ ഹർജി നൽകും. മാത്രമല്ല, ഈ കേസിൽ പ്രധാന പ്രതി, അതായത് രാകേഷിനെ കൊലപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിക്കുന്ന ഈ കുമാരപുരം സ്വദേശിയായ കിഷോർ എന്ന യുവാവിന്റെ വീട്ടിൽ നിന്നും പരിശോധനയ്ക്കിടെ കഴിഞ്ഞയാഴ്ച തന്നെ പോലീസ് മാരക പ്രഹരശേഷിയുള്ള വിദേശ നിർമ്മിത US നിർമ്മിത തോക്കും ഒപ്പം തന്നെ മാരകായുധങ്ങളും തിരകളും ഒക്കെ കണ്ടെടുത്തിരുന്നു. പക്ഷേ ഇതിലൊന്നും അന്വേഷണം എത്തിയിട്ടില്ല. ഈ തോക്ക് കിഷോറിന്റെ കൈവശം എങ്ങനെ വന്നുവെന്നും ഈ തോക്കിന്റെ ഉറവിടം എന്താണ് എന്ന് പോലും പോലീസ് അന്വേഷിച്ചില്ല, കണ്ടെത്തിയിട്ടില്ല. ഹരിപ്പാട് രാകേഷ് തിരോധാന കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട കുടുംബം ഹൈക്കോടതിയിലേക്ക്. 10 വർഷമായിട്ടും കേസ് അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാണ് കുടുംബം പറയുന്നത്. പ്രതികളെന്ന് കുടുംബം ആരോപിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് വിദേശ നിർമ്മിത തോക്കും തിരകളും കണ്ടെത്തിയിരുന്നു. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.